മഹേശ്വരിയേ നമഃ. ലളിത സഹസ്രനാമം അർത്ഥം. ഇന്ന് 5 വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത്. വരികൾ ഏതെല്ലാം എന്ന് നോക്കാം. നിർവികൽപ, നിരാബാധ, നിർഭേദ, ഭേദനാശിനി, നിർനാശ, മൃത്യുമദിനി, നിഷ്ക്രിയ, നിഷ്പരിഗ്രഹ, നിസ്തൂല, നീലചികുര, നിരപായ, നിരത്യയ, ദുർലഭ, ദുർഗമ, ദുർഗ, ദുഃഖഹന്ത്രി, സുഖപ്രദ, ദുഷ്ടദൂര, ദുരാചരശമനി, ദോഷവർജിത, സർവജ്ഞ, സാന്ദ്രകരുണ, സമാനാധികവർജിത, സർവശക്തിമയി, സർവമംഗള, സദ്ഗതിപ്രദ, സർവേശ്വരി, സർവമയി, സർവമന്ത്രസ്വരൂപിണി, സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ, മനോന്മനി, മഹേശ്വരി, മഹാദേവി, മഹാലക്ഷ്മിർമിതപ്രിയ. ഇത്രയും നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ആദ്യം നിർവികൽപ, നിരാബാധ, നിർഭേദ, ഭേദനാശിനി. നിർവികൽപ, യാതൊരു മാറ്റവും ഇല്ലാത്തവളാണ് ദേവി. നിരാബാധ, ഒന്നും ബാധിക്കാത്തവളാണ് ദേവി. തൻ്റെ ഭക്തരുടെ ദോഷങ്ങളൊന്നും തന്നെ ആശ്രയിക്കുന്നവരിൽ ഏൽക്കുകയില്ല. നിർഭേദ, ഭേദബുദ്ധി ഇല്ലാത്തവളാണ് ദേവി. ഭേദനാശിനി, തന്നെ ആശ്രയിക്കുന്ന ഭക്തരിൽ ആത്മജ്ഞാനം കൊടുക്കുന്നവളാണ് ദേവി. അടുത്തത് നിർനാശ, മൃത്യുമദിനി, നിഷ്ക്രിയ, നിഷ്പരിഗ്രഹ. നിർനാശ, നാശമില്ലാത്തവളാണ് ദേവി. മൃത്യുമദനി, മരണത്തെ ജയിക്കുന്നവളാണ് ദേവി. ദേവിയോട് അടുക്കും തോറും ദേവിയിൽ അലിയണം എന്ന് തോന്നുന്ന രീതിയിൽ നല്ല ഭക്തി, നിഷ്പ്രഭമായ ഭക്തിയോടെ ദേവിയെ ആശ്രയിച്ചാൽ മരണത്തെ പോലും നമ്മൾക്ക് പേടിയില്ലാതാവും. നമ്മൾ കൂടുതൽ ദേവിയോടടുത്ത് ദേവി നമ്മളെ തന്നിലേക്ക് അടുപ്പിക്കുന്നു. നിഷ്ക്രിയ, യാതൊരു വിധത്തിലും ക്രിയയില്ലാത്തവളാണ് ദേവി. ഒന്നിനോടും ആസക്തിയില്ല, മഹായോഗിനിയാണ് ദേവി. നിഷ്പരിഗ്രഹ, ദേവി ഒന്നും സ്വീകരിക്കുന്നില്ല. ഭക്തന്മാർ തരുന്ന നിവേദ്യം സ്വീകരിക്കുന്നത് ഭക്തന്മാർക്ക് സന്തോഷം വരുവാനാണ്, അല്ലാതെ ദേവി ഒന്നും ആശ്രയിക്കുന്നവളല്ല. നിസ്തൂല, നീലചികുര, നിരപായ, നിരത്യയ. നിസ്തൂല, ദേവിയോട് തുലനം ചെയ്യാൻ ലോകത്തിൽ ഒന്നുമില്ല. ദേവിയോട് തുല്യം ദേവി മാത്രം. നീലചികുര, നല്ല ഇടതോർന്ന തലമുടിയോട് കൂടിയവളാണ് ദേവി. നിരപായ, ഒരു അപായവും ഏൽക്കാത്തവളാണ് ദേവി. നിരപായ, ഒരു അപായവും ദേവിയിൽ ഏൽക്കില്ല. നിരത്യയ, ഒന്നിലും ഒരു കാര്യത്തിലും നാശം സംഭവിക്കാത്തവളാണ് ദേവി. അനശ്വരിയാണ്. ദുർലഭ, ദുർഗമ, ദുർഗ, ദുഃഖഹന്ത്രി, സുഖപ്രദ. ദുർലഭ, വളരെ ക്ലേശിച്ച് മാത്രമേ ദേവിയെ പ്രാപിക്കാൻ കഴിയുള്ളൂ. നിഷ്കളങ്കമായ ഭക്തിയുള്ളവർക്ക് ദേവിയുമായി അടുക്കാൻ കഴിയുന്നു. ദുർഗമ, ഭക്തി ഇല്ലാത്തവർക്ക് ദേവിയുടെ തത്വം മനസ്സിലാക്കാൻ കഴിയില്ല. ദുർഗ, മനസ്സിനെ വ്യതിയാനത്തിൽ നിന്നോ പിന്തിരിപ്പിച്ച് സൽമാർഗത്തിൽ എത്തിക്കുന്നവളാണ് ദേവി. അതായത് ദുർഗാ ദേവിയാണ്. ദുഃഖഹന്ത്രി, ദുഃഖത്തെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. സുഖപ്രദ, സുഖത്തെ നൽകുന്നവളാണ് ദേവി. ദുഷ്ടദൂര, ദുരാചാരശമനി, ദോഷവർജിത. ദുഷ്ടദൂര, ദുഷ്ടന്മാരെ ദൂരെ മാറ്റി നിർത്തുന്നവളാണ് ദേവി. ദുരാചാരശമനി, ദുരാചാരങ്ങളെ നശിപ്പിക്കുന്നവളാണ് ദേവി. ദോഷവർജിത, ദോഷങ്ങളെ ഇല്ലാതാക്കുന്നവളാണ് ദേവി. നമ്മുടെ ഉള്ളിലെ ദുർവാസനകളെ ഇല്ലാതാക്കുന്നതാണ് ദേവി. സർവജ്ഞ, സാന്ദ്രകരുണ, സമാനാധികവർജിത. സർവജ്ഞ, അറിവിൻ്റെ നിറകുടമാണ് ദേവി. എല്ലാ അറിവുകളും ദേവിയിൽ നിക്ഷിപ്തമാണ്. ദേവിയുടെ ഭക്തന്മാർക്ക് കണ്ടറിഞ്ഞ് ദേവി എല്ലാം ദാനം ചെയ്യുന്നവളാണ്. സാന്ദ്രകരുണ, കരുണ മുറ്റി നിൽക്കുന്നവളാണ് ദേവി. ദേവിയെ സേവിക്കുന്നവർക്ക്, ഭക്തന്മാർക്ക് കരുണ നന്നായി ലഭിക്കുന്നു. സമാനാധിക വർജിത, ദേവിക്ക് തുല്യം, നേരത്തെ പറഞ്ഞ നാമം തന്നെയാണ് ഇവിടെയും പറയുന്നത്. ദേവിക്ക് തുല്യമായിട്ട് ദേവി തന്നെയാണ്. അധീനമായിട്ടും ദേവിക്ക് തുല്യമായിട്ടും വേറെ ആരുമില്ല. സർവശക്തിമയി, സർവമംഗള, സദ്ഗതിപ്രദ. സർവശക്തിമയി, എല്ലാറ്റിലും ശക്തിയുള്ളവളാണ് ദേവി. എല്ലാറ്റിൻ്റെയും ശക്തി ദേവിയിൽ നിക്ഷിപ്തമാണ്. സർവമംഗള, എല്ലാ മംഗളകാര്യങ്ങൾക്കും ഹേതുവായിട്ടുള്ളവളാണ് ദേവി. തന്നെ ആശ്രയിക്കുന്നവർക്ക് മംഗളം നൽകുന്നവളാണ് ദേവി. സദ്ഗതിപ്രദ, നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ സ്വർഗത്തെ കിട്ടാനാണ് നമ്മൾ ദേവിയെ പ്രാപിക്കുന്നതെങ്കിൽ ദേവി ആ ആഗ്രഹം സഫലീകരിക്കും. മോക്ഷമാണ് വേണ്ടതെങ്കിൽ ദേവി നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ദേവിയിൽ നിന്ന് നമുക്ക് തരുന്നതാണ്.
സർവേശ്വരി, സർവമയി, സർവമന്ത്രസ്വരൂപിണി. സർവേശ്വരി, എല്ലാ ചരാചരങ്ങളിലും എല്ലാറ്റിൻ്റെയും ഈശ്വരിയാണ് ദേവി. സർവശക്തിമയി, സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നവളാണ് ദേവി. സർവമന്ത്രസ്വരൂപിണി, എല്ലാ മന്ത്രങ്ങളുടെയും സ്വരൂപമായിട്ടുള്ളവളാണ് ദേവി. സർവയന്ത്രാത്മിക, സർവതന്ത്രരൂപ മനോന്മയി. സർവയന്ത്രാത്മിക, ദേവതകളുടെ ചിത്രരൂപങ്ങളും ചക്രരൂപത്തിലും ഒക്കെ ആവിഷ്കരിക്കുന്നതാണ് യന്ത്രം. അങ്ങനത്തെ യന്ത്രസ്വരൂപിണിയാണ് ദേവി. സർവതന്ത്രരൂപ മനോന്മനി, എല്ലാ തന്ത്രങ്ങളുടെയും ജീവബിന്ദുവാണ് ദേവി. മനോന്മനി, മനസ്സിനെ ഉയർത്തുന്നവളാണ് ദേവി. എല്ലാ തന്ത്രങ്ങളുടെയും ജീവബിന്ദുവായ ദേവി നമ്മുടെ മനസ്സിനെ ഉയർത്തുന്നു. മഹേശ്വരി, മഹേശ്വരൻ്റെ പത്നിയായിട്ടുള്ളവളാണ്. മഹാദേവി, മഹത്തായ ദേഹത്തോടു കൂടിയവളാണ് ദേവി. മഹാദേവൻ്റെ പത്നിയായ എല്ലാ ദേവിമാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠയായവളാണ് ദേവി എന്നർത്ഥം. മഹാലക്ഷ്മിർ, മഹത്തായ ഐശ്വര്യത്തോടു കൂടിയവളാണ് ദേവി. മൃഡപ്രിയ, മൃഡൻ ശിവൻ, ശിവന് പ്രിയപ്പെട്ടവളാണ് ദേവി. ഇത്രയും നാമങ്ങളുടെ അർത്ഥമാണ് നമ്മൾ പറയുന്നത്. ഇനി അടുത്ത ദിവസം ബാക്കി അർത്ഥങ്ങളുമായി വരാം. നമ്മൾ നാമം ജപിക്കുമ്പോൾ ഈ എല്ലാ അർത്ഥങ്ങളും അറിഞ്ഞുകൊണ്ട് നാമം ജപിച്ചാൽ ഫലം ഉറപ്പാണ്. ഓം മഹേശ്വരി നമഃ.